വളരെ മോശമായ രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം കൂപ്പുകുത്തിയിരിക്കുക. നാം നിർമ്മാർജ്ജനം ചെയ്ത പല മാറാരോഗങ്ങളും ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഗുരുതരമായ ചികിത്സാ പിഴവ് മൂലം കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ വിശ്വാസ്യത തകർന്നിരിക്കുക. ആവശ്യത്തിന് മരുന്നില്ലാത്തതിന്റെ പേരിൽ രോഗികൾ കഷ്ടപ്പെടുന്നതിന്റെ നേർചിത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെട്ടത്. മരുന്ന് മാത്രമല്ല, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ പോലും സർക്കാർ ആശുപത്രികളിൽ പോകുന്ന ദാരിദ്ര്യരേഖയുള്ള താഴെയുള്ള സാധാരണക്കാർ വാങ്ങേണ്ട ഗതികേടിലാണ്. സർക്കാർ മെഡിക്കൽ കോളേജ് മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ മരുന്നില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ചികിത്സാ സൗകര്യങ്ങളില്ല. IC യൂണിറ്റിൽ പോലും പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നു, തീപിടുത്തം ഉണ്ടാവുന്നു, പലപ്പോഴും കറണ്ട് ഇല്ലാത്ത സാഹചര്യം വരുന്നു, ഓക്സിജൻ സിലിണ്ടറുകൾ ലഭിക്കാത്ത സാഹചര്യം വരുന്നു. കൊച്ചുകുട്ടികൾ പോലും ദാരുണമായിട്ട് ആശുപത്രി മുറികളിൽ കൊല ചെയ്യപ്പെടുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ സവിശേഷതകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ, പ്രത്യേകിച്ച് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം ആരോഗ്യരംഗം ഒരു നാഥനില്ല കളരിയായി മാറി. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ മാറിപ്പോയി, അവരുടെ ആദ്യത്തെ വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെ സർക്കാർ ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് നിരോധിക്കുന്നുള്ളത്. ഇന്ന് കേരളത്തിലെ ഒരു മാധ്യമവും ഒരു സാമൂഹ്യ പ്രവർത്തകനും ആ വിഷയം ചർച്ച ചെയ്യുന്നേ ഇല്ല. കേരളത്തിൽ ഏതാണ്ട് 40% സർക്കാർ ഡോക്ടർമാർ ലീവ് എടുത്ത് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.